ഇപ്പോൾ സോണിയാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി പി മാധവന്റെ സംസ്കാര ചടങ്ങുകൾക്കായി രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മാധവന്റെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആദരാഞ്ജലി അർപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ ചേരും കൂടുതൽ വിവരങ്ങളുമായി. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് 4.5 പതിറ്റാണ്ടോളം ഗാന്ധി കുടുംബവുമായി അടുത്ത ബന്ധം സൂക്ഷിച്ച നെഹ്റുവിൻ്റെ കുടുംബവുമായിട്ട്, പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിയുടെ കാലത്ത് കേന്ദ്ര സർവീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീ പി മാധവൻ. അതിനുശേഷം പിന്നീട് 4.5 പതിറ്റാണ്ടോളം കുടുംബത്തിൻ്റെ എല്ലാ ചുമതലകളും നിർവഹിച്ചിരുന്നത് പി മാധവനാണ്. ആ കുടുംബവുമായി അത്രമേൽ അടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു മുൻ ഉദ്യോഗസ്ഥനാണ് പി മാധവൻ. അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിഞ്ഞ് രാഹുൽ ഗാന്ധി ഇന്നലെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി അവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം പി മാധവൻ്റെ, എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെയൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ പി മാധവനെ കാണുന്നുണ്ടാവും. അച്ഛൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. അതിനുശേഷം കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ തന്നെയാണ് പി മാധവൻ ഡൽഹിയിൽ കഴിഞ്ഞത്. ഇപ്പോൾ പി മാധവൻ്റെ മരണം ഇന്നലെ വീട്ടിൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഹൃദയ ആഘാതമാണ് മരണകാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് സംസ്കാര ചടങ്ങുകൾ 11 മണിക്ക് നടക്കും. അതിനു മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുധീറിനെയും പ്രേക്ഷകർക്ക് കാണാം. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു. ജെയ്സൺ, സോണിയാഗാന്ധി എത്തുമെന്നാണ് കരുതിയതെങ്കിലും സോണിയാഗാന്ധി എത്തിയില്ല. പകരം രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ കുട്ടിക്കാലം മുതൽ കാണുന്ന മുഖമാണ്. 4.5 പതിറ്റാണ്ട് ഈ പി മാധവൻ സോണിയയുടെയും രാഹുലിൻ്റെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നു അല്ലേ ജെയ്സൺ ചാമോളപ്പിൽ? തീർച്ചയായും കുമാർ, ഒരുപക്ഷെ ഗാന്ധി കുടുംബവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബമായിരുന്നു മാധവൻ നമ്പൂതിരിയുടെ. തൃശ്ശൂരിലെ ചേർപ്പിനടുത്ത് അവിണിശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇവിടെ നിന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഡൽഹിയിലേക്ക് ജോലി തേടിപ്പോയിരുന്നു. അതിനുശേഷം അവിടെ ജോലി നേടുകയും പിന്നീട് ഗാന്ധി കുടുംബത്തിലേക്ക് കടക്കുകയും ഇന്ദിരാഗാന്ധി മുതൽ ആ കുടുംബവുമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്കാന്ധിയൊക്കെയും എടുത്ത് നടന്നിരുന്നു. അതായത് അത്ര ചെറുപ്പത്തിലെ ഏറ്റവും അടുത്ത ബന്ധം എന്ന് പറയാം. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഈ മാധവൻ നമ്പൂതിരി ഇപ്പോൾ മരിച്ച അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാന്ധിയും പെട്ടെന്നാണ് എത്തിച്ചേർന്നത്. അന്നും ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ അത്രയേറെ ആത്മബന്ധം ഈ കുടുംബവുമായി ഉണ്ടായിരുന്നു. ആ വീടുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് മാധവൻ നമ്പൂതിരിയായിരുന്നു. അദ്ദേഹത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരു പക്ഷേ ആ ഗാന്ധി കുടുംബത്തിലെ മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊരു സ്ഥിതി പോലും ഉണ്ടായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷവും ഇപ്പോൾ ഏകദേശം 73 വയസ്സായിട്ടുണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറിപ്പോകാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയാത്ത രീതിയിലുള്ള അടുത്ത ബന്ധം ആ വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്, ഇപ്പോഴും നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നതും പി മാധവൻ എന്ന മാധവൻ നമ്പൂതിരിയായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കളുടെയും ഉയർച്ചയിൽ ഒരു ചെറിയ പങ്ക് ഒരുപക്ഷെ ഈ മാധവൻ നമ്പൂതിരിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയാനാകില്ല. കാരണം കേരളത്തിലെ എല്ലാ നേതാക്കളും ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലേ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്ന KK രമണൻ, AK എന്ന ഉദ്ദേശിച്ചിട്ടല്ല, അതിന് താഴെയുള്ള നേതാക്കളൊക്കെയും ഗാന്ധി കുടുംബത്തിലേക്ക് ഒരു എൻട്രി ലഭിക്കണമെങ്കിൽ അത് മാധവൻ നമ്പൂതിരി വഴിയായിരുന്നു പ്രധാനമായും. ഒരു കൂടിക്കാഴ്ച പോലും ലഭിക്കുന്ന അത്രയേറെ ഒരു ബന്ധം. അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹം അവിടേക്ക് കയറിയതെങ്കിൽ പോലും പക്ഷെ പിന്നീട് ആ ഗാന്ധി കുടുംബത്തിൻ്റെ എല്ലാം ആയി മാറുകയായിരുന്നു. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇപ്പോൾ KC വേണുഗോപാലുണ്ട്, അതുപോലെ തന്നെ VM സുധീരനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ എത്തി. അത് ഇന്ന് രാവിലെ സംസ്കാര ചടങ്ങുകൾ വെച്ചിരിക്കുന്ന 11 മണിക്കാണ്. പക്ഷേ ഡൽഹിയിലേക്ക് പെട്ടെന്ന് പോകേണ്ടതുള്ളത് കൊണ്ട് അദ്ദേഹം അല്പസമയത്തിനകം പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവരുടെ ശാരീരിക സാഹചര്യമൊക്കെ യാത്രയ്ക്ക് അത്ര ഉചിതമല്ലാത്തതുകൊണ്ടാണ് അവർ ഇവിടേക്ക് വരാതിരുന്നത്. സോണിയാഗാന്ധിയും പ്രിയങ്കാന്ധിയും ഒക്കെ ഡൽഹിയിൽ തന്നെ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നതിൽ ഗാന്ധി കുടുംബത്തിൻ്റെ പല തലമുറകളിലൂടെ ആ ബന്ധം നിലനിർത്തിപ്പോകുന്ന ഒരു ഏക വ്യക്തി എന്ന് നമുക്ക് ഒരു പക്ഷേ മാധവൻ നമ്പൂതിരിയെ പറയാൻ കഴിയും. ആ ബന്ധം, ആ ഒരു കണ്ണിയാണിപ്പോൾ അറ്റുപോകുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ വീടിനകത്ത് കയറി രാഹുൽ ഗാന്ധി അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം കുറച്ച് സമയത്തിനകം തന്നെ പുറത്തിറങ്ങും. ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ടായിരുന്നില്ല
കുടുംബത്തിലേക്കുള്ള എൻട്രി ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്നെയായിരുന്നു. പക്ഷേ ആ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിന്ന് മാറി ഒരു കുടുംബാംഗം എന്ന നിലയിലേക്ക് പെട്ടെന്ന് തന്നെയായിരുന്നു മാധവൻ നമ്പൂതിരി പി മാധവൻ ഉയരുന്നത്. മാത്രമല്ല ഗാന്ധി കുടുംബത്തിലെ ഏറ്റവും വിശ്വസ്തൻ, നമുക്ക് ഏതൊക്കെ തലങ്ങളിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ ആ തലങ്ങളിലെല്ലാം വ്യാഖ്യാനം കഴിയുന്ന ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയാണ്. ശരിയാണ് ജേസൺ ചാമോളപ്പിൽ. ഒരു ഉദ്യോഗസ്ഥനായി രാജീവ് ഗാന്ധിയുടെ ടീമിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷമാണ് പി മാധവൻ ഗാന്ധി കുടുംബത്തിൻ്റെ ഭാഗമാകുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ കുട്ടികളായിരുന്ന സമയം മുതലുള്ള പരിചയമാണ്. അതുകൊണ്ട് തന്നെ മരണവാർത്തയറിഞ്ഞ് രാഹുൽ ഗാന്ധി ഇന്നലെ വൈകുന്നേരം തന്നെ എത്തി. ഇന്നിപ്പോൾ അവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച് അദ്ദേഹം ഇന്ന് തന്നെ മടങ്ങും. ഇന്നിപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ലോക്സഭയിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് ഇന്ന് അവതരിപ്പിക്കും. അപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉച്ചയോടുകൂടി ഒരുപക്ഷെ ഡൽഹിയിൽ തിരികെ എത്തുകയും ചെയ്യും. രാജ്യസഭയിലാണെങ്കിൽ ഭരണഘടനാ സംബന്ധമായ വിഷയത്തിലുള്ള ചർച്ചയിൽ പ്രധാനമന്ത്രിയോ അമിത്ഷായോ ഇന്ന് രാജ്യസഭയിൽ മറുപടിയും പറഞ്ഞേക്കും.